എന്റെ ഭഗവാനെ, ഒരച്ഛന്റെ ലാളന എന്റെ പേരക്കുട്ടിക്ക് ആദ്യമായിട്ട് കിട്ടുക. ഇതുപോലെ തന്നെ കവിൻ മോനും ഒരമ്മയുടെ ലാളന വേഗം തന്നെ കിട്ടണേ. ഇതെല്ലാം ഞാൻ വിചാരിക്കണ പോലെ തന്നെ ഒന്ന് നടത്തി തരണേ ഭഗവാനെ. എന്ത് പറ്റി? എന്താ ഇങ്ങനെ ടെൻഷൻ ഓടി വരുന്നത്? അതൊന്നുമില്ല, അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. ഡോക്ടർ അതിനകത്ത് അമ്മയെ പരിശോധിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ അകത്തേക്ക് കയറാൻ അവര് സമ്മതിക്കില്ല. അതെനിക്കറിയാം. എന്നാലും അമ്മയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല സർ. അമ്മയുടെ അവസ്ഥ എന്താ, എന്ത് കണ്ടീഷനാന്നറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഞാൻ അകത്ത് പോയിട്ട് അമ്മയുടെ അവസ്ഥ എന്താന്ന് നോക്കിയിട്ട് ഓടി ഇങ്ങോട്ട് വരാം സർ. നിങ്ങൾ ഇവിടെ തന്നെ നിക്കണേ. നിലാമോളെ, നീ വിക്രമങ്ങളുടെ കൈ പിടിച്ച് ഇവിടെ നിക്കേ. അകത്തേക്ക് വരല്ലേ. അമ്മേ, എന്റെ പൊന്നമ്മേ. ആരാ നിങ്ങൾ? ഡോക്ടറെ, ആരാ നിങ്ങളെ അകത്തേക്ക് വിട്ടത്? ഡോക്ടർ, എന്തിനാ അകത്തേക്ക് വന്നത്? മര്യാദയ്ക്ക് പുറത്തിറങ്ങ. ഡോക്ടറെ, ഇതെന്റെ മോൻ തന്നെയാ. അവനും ഈ നാടകമൊക്കെ അറിയാം. അപ്പൊ നിനക്കും അറിയാമോ? എനിക്ക് എന്റെ അമ്മയെ അറിയാം. അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിക്കും, അത്രേ ഉള്ളൂ. പേടിക്കണ്ടടാ, നീയും വലിയ നടനാവൂടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മിണ്ടായിരിക്കട്ടോ. ഇപ്പഴാ ചേച്ചി എന്നെ ഫോൺ ചെയ്തേ. അയ്യോ, അവളെന്താ പറഞ്ഞേ? അമ്മയും കൂട്ടിക്കൊണ്ട് MKS ഹോസ്പിറ്റലിൽ പോയെന്നല്ലേ പറഞ്ഞത്. അവിടെ അമ്മ അഡ്മിറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് ഇപ്പൊ എവിടെയുള്ളതെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്താടാ പറഞ്ഞേ? എനിക്ക് പെട്ടെന്ന് കള്ളം പറയാൻ പറ്റിയില്ല. അമ്മയുടെ VK ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് അറിയാതെ പറഞ്ഞു പോയി. അയ്യോ, പോയി. എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്ന് പിറന്നല്ലോടെ എനിക്ക്. നീ എപ്പോഴും നാക്കെടുത്ത കള്ളുമല്ലേ പറയാറുള്ളൂ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? വലിയ സത്യസന്ധനെ പോലെ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു വന്നേക്കുന്നു. ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലാന്ന് പറയായിരുന്നില്ലേ നിനക്ക്? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇനി നേരെ അവൾ ഇങ്ങോട്ട് വരില്ലേ? അയ്യോ, അവള് കവിന്റെ അച്ഛനെ നേരിട്ട് കാണില്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് കള്ളം പറയാൻ പറ്റിയില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, കവിന്റെ അച്ഛൻ പുറത്ത് തന്നെ നിക്കുവാണല്ലോ. ചേച്ചി ഇപ്പൊ നേരിട്ട് കാണൂല്ലോ അവനെ. അങ്ങനെ കണ്ടാൽ തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നേ? എന്തിനമ്മ പേടിക്കുന്നേ? നിങ്ങളുടെ മോനപ്പോ മുഴുവൻ കഥയൊന്നും അറിയില്ലേ? ഇങ്ങനെ വേറെ സമയം എനിക്കറിയാത്ത കാര്യങ്ങൾ ഡോക്ടർ അറിഞ്ഞല്ലേ. അതെന്താ കണ്ടന്റ്? ഒരു കണ്ടന്റും ഇല്ല, അതൊന്ന് വിടറ. ആദ്യം വിജി വരുന്നതിന് മുമ്പ് ആ കവിന്റെ അച്ഛനെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വിടണം. അതിനെതിരെ ഐഡിയ ഉണ്ടെങ്കിൽ പറയടാ. എന്താ ഡോക്ടർ, എന്നെക്കാളും മുമ്പ് നിങ്ങൾക്ക് കണ്ടന്റ് മുഴുവൻ അറിയുന്നതല്ലേ. നിങ്ങൾ ആലോചിക്ക്. ഹലോ മിസ്റ്റർ, ഞാനൊരു ഡോക്ടറാ. അറിയാം ഡോക്ടർ, ഐഡിയ താ. മാഡം, നിങ്ങളുടെ മോൻ കുറച്ച് അധികം ഓവറാകുക. ഞാൻ കരുതി നിങ്ങൾ മാത്രം ഡ്രാമ കളിക്കുന്നെന്ന്. ഇപ്പൊ നിങ്ങളുടെ കുടുംബക്കാര് മൊത്തം നാടകം കളിക്കുകയാണല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർ, എല്ലാം എന്റെ മോളുടെ അതിനു വേണ്ടിയാ. എന്തിനു വേണ്ടി അത്? അതൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ പറ. അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാടാ. ഡോക്ടറെ, എനിക്ക് നിങ്ങൾ ഒരു സഹായം കൂടി ചെയ്യണം. ഒരു സഹായം കൊണ്ട് തന്നെ മതിയായി. പിന്നെ സഹായം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താന്ന് വെച്ചാ പറയേ. സോറി ഡോക്ടർ, ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങളൊന്ന് വേഗം പുറത്തേക്ക് ചെന്നിട്ട് കവിന്റെ അച്ഛൻ വിക്രം എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാളുടെ അടുത്തേക്ക് ചെന്ന് സർ നിലാമോളുടെ മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ബോധം കെട്ട് വീണതാ, ഒരു 10 മിനിറ്റിനുള്ളിൽ ശരിയാവും, അപ്പൊ നിങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോവാം, അങ്ങനെ ഒരു കള്ള അദ്ദേഹത്തോടൊന്ന് പറയാവോ? അത് മതി എനിക്ക്. ഇപ്പൊ നിങ്ങളുടെ നാടകത്തില് എന്നെ ഒരു ആർട്ടിസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണല്ലേ? ഞാനതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ടില്ലേ ഡോക്ടർ? അത് എന്തിനു വേണ്ടിയായിരുന്നു? അയ്യോ, എല്ലാം അതിന് തന്നെയാടാ. നീ ഒന്നും മിണ്ടാതിരിക്കേ. ശരി മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞേക്കാം. നന്ദി ഡോക്ടർ. ഒരു ഡോക്ടറെ അമ്മയും മകനും ചേർന്ന് ആർട്ടിസ്റ്റ് ആക്കിയിരിക്കല്ലേ? സാർ, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് BP ലെവൽ ഇൻക്രീസ് ആയത്. ബോഡി കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആയി, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല.
ഇല്ല, കേട്ടില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കണ്ട, നിന്റെ മുത്തശ്ശിക്ക് ഒന്നുമില്ല. എല്ലാവരൊക്കെ ആ ദൈവം നന്നായിട്ട് തന്നെ നോക്കും മോളെ. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഒരു 10 മിനിറ്റ് ഞാൻ ഡിസ്ചാർജ് ചെയ്തേക്കാം. നിങ്ങൾ പോയിക്കോളൂ. ശരി ഡോക്ടർ. ഇപ്പോ എനിക്ക് അകത്ത് കയറി ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ലില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോളാം. അതുപോലെ കൂടെ അവരുടെ മകനുണ്ടല്ലോ. അല്ല ഡോക്ടർ, ഞാൻ ജസ്റ്റ് അവരെ ഒന്ന് പോയി കണ്ടിട്ട് ഞാൻ അവരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം സർ. അയ്യോ, എന്ത് ഇവൻ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുന്നത്? അകത്ത് കിടക്കുന്നവരെ ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറയുന്നു. ഇപ്പൊ അവർക്ക് ഡ്രിപ്പ് കൊടുത്തേക്ക്. ഡിസ്റ്റർബ് ചെയ്യണ്ട. റെസ്റ്റ് എടുക്കുക. നിങ്ങൾ ഇവിടെങ്കിൽ പൊയ്ക്കോളൂ സാർ. പേടിക്കാനൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പൊക്കോളാൻ പറഞ്ഞില്ലേ? വാ നമുക്ക് പോവാം. കവിൻ, നീ ഒന്നും ഉണ്ടായിരിക്കടാ. ഞാനൊരു കാറിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് മിണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതിനെന്റെ മനസ്സനുവദിക്കുന്നില്ല സർ. ഡോക്ടർ പ്ലീസ് ഡോക്ടർ, ഞാൻ എന്റെ മുത്തശ്ശീനെ ഒന്ന് കണ്ടോട്ടെ. ഡോക്ടർ, എന്താ ആലോചിക്കുന്നത്? എനിക്ക് മുത്തശ്ശിയെ കാണണം. പ്ലീസ് അകത്തേക്ക് വിട്, പ്ലീസ്. ഇതൊരു നടക്കി പോവില്ലല്ലോ. അകത്ത് വിടേണ്ടി വരും. ശരി, അകത്ത് പോയി ഒരു 5 സെക്കൻഡ് കണ്ടിട്ട് വേഗം പുറത്തേക്ക് പോയി. നിങ്ങളിവിടെ ഇരിക്കണ്ട. എന്താ ഡോക്ടർ, എന്തുകൊണ്ടാ ഞങ്ങളോട് ഇരിക്കണ്ടെന്ന് പറയുന്നത്? അത് വേറൊന്നുമല്ല. പേഷ്യന്റിനെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഞാനല്ലേ അവരെ പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്ത് സേഫായിട്ട് വീട്ടിലെത്തിക്കേണ്ടത്. ഡോക്ടറാണെങ്കിൽ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. ഹോസ്പിറ്റലില് അധികം ക്രൗഡ് ഉണ്ടാകാൻ പാടില്ല. വലിയ കേസുകൾക്ക് കുഴപ്പമില്ല, ഇതൊരു ചെറിയ കേസല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് താങ്കളെ തെറ്റിദ്ധരിക്കുന്നത്. സോറി സാർ, അറിയാതെ പറഞ്ഞു പോയത്. നിങ്ങൾ അകത്ത് പോയി കണ്ടിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വരണം. അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യരുത്. ശരി, ഓക്കെ ഡോക്ടർ. ഇല്ല, ദാ കവിൻ, വാ നമുക്ക് പോയി കാണാടാ. വാ മോളെ. വരുന്നുണ്ട് അമ്മ. മുത്തശ്ശി, നിലക്കുട്ടി, മുത്തശ്ശി. മുത്തശ്ശിക്ക് ഒന്നുമില്ലടാ, കരയാതെ കണ്ണു തുടയ്ക്കും. തങ്കം, മുത്തശ്ശിക്ക് ഒന്നുമില്ലടാ ചക്കരെ. വളരെ ഉപകാരമുണ്ട് മോനെ. മോനെ ആ കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയെന്ന് ശിവ പറഞ്ഞു. നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ലമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല മോനെ, എനിക്ക് സുഖായി. നിങ്ങൾ ഇത്ര വേഗം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കായിരുന്നു എന്ന് പറയാൻ പറ്റും.